ഗൈസ് ഇന്ന് നമ്മളൊരു Q&A സെഷൻ ആയിട്ടാണ് വന്നത്. സോ ലൈക്ക് NIT ജംഷഡ്പൂരിനെ കുറിച്ച്, മെസ് ഫുഡ് എങ്ങനെയുണ്ട്, ഹോസ്റ്റൽ എങ്ങനെയുണ്ട്, ക്യാമ്പസ് എങ്ങനെയുണ്ട്, അങ്ങനെ ചോദ്യങ്ങൾ യൂഷ്വലി പിള്ളേർ ചോദിക്കുന്ന ചോദ്യങ്ങളും കൊണ്ടുവന്നേക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലല്ല ലെനന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടല്ലേ? നമ്മളോട് ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്റെ പേര് ജഗൻ, EC ഫസ്റ്റ് ഇയർ. Okay, my name is Malika, PG Physics first year, MSc Physics. MSc Physics. എന്റെ പേര് അച്ചു, ഞാൻ MSc ഫസ്റ്റ് ഇയർ ആണ്, MSc Physics ആണ് പഠിക്കുന്നത്. ഒന്നും മുറിക്കട്ട് നമ്മൾ കുറച്ച് ബിസിയാണ്. നമ്മളാണ് ഇവിടുത്തെ കട്ടിംഗ് ടീം. എന്റെ പേര് അർജുൻ, ഞാൻ കേരളത്തിൽ നിന്നാണ്. അല്ല, നമ്മളോട് ആസാമിന്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ MSc Physics ഫസ്റ്റ് ഇയർ. ബന്ധപ്പെടൂ. ഞാൻ ലെന, ഞാൻ സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഫ്രം കോഴിക്കോട്. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളീസ് ഉണ്ടോ? മലയാളീസ് ഉണ്ട്. ഉണ്ടോ? ഇതാ നമ്മളാണ് ഇവിടുത്തെ You can hold it. 2-3 ആൾ കൂടി ഉണ്ട്. നമ്മളല്ലാണ്ട് 4 ആൾ. നമ്മൾ 10-13 മലയാളീസ് ഉണ്ട്. അതായത് ഇവരിപ്പം എന്താ പറയാ, ഇവിടെ ഇല്ല, ക്യാമ്പസിലില്ല. പക്ഷെ പിള്ളവർ ഇത്ര ഉണ്ട്. ബാക്കിയുള്ളവർ ഇപ്പൊ പോവും, പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞു പോയതാണ്. ഐ മീൻ PG-ക്കാര്. UG-ക്കാര് നമ്മള് വേറെ 2 ആൾ കൂടി ഉണ്ട്. അവരിപ്പോ നാട്ടിൽ പോയി. പിന്നെ ആസാമിന്ന് ആവശ്യം നമ്മളെ ഗ്യാങ്. യെസ് മല്ലികനോ? അഡോപ്റ്റഡ് മലയാളി. Okay, I am not orphan. Yeah, so മലയാളീസ് ഉണ്ട്. ആൻഡ് നല്ല വൈബ് അല്ലേ? പിന്നെ അല്ലേ? പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ ഇവിടെ. ഒരു മിനിറ്റ്, അതാണ് വിഷയം. ഗൈസ്, രണ്ടാമത്തെ ചോദ്യം, ഹൗ ആർ ദ പീപ്പിൾ ഹിയർ? ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്? മല്ലിക പറയും. About the college students are very good, but we cannot judge their character, how they are. If you know him closely, then but they are good, supportive every student. Achal Babu experience or Achal Babu experience? No, let him say. Yes, I want to say. I thought I have to say about Achal Babu. പിള്ളേർ അടിപൊളിയാണ്. വൈബുള്ള പിള്ളേരാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീംസ് ആണ് കുറച്ചുകൂടി വൈബായിട്ടുള്ളത്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഈഗോ പിടിച്ച ടീംസ് ആണ്. അത് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അല്ല, പിന്നെ ആളുകളൊക്കെ മീൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അതിന് കുഴപ്പമില്ല. അർജുൻ എടാ, നമ്മുടെ മൈക്കുണ്ട്. പറഞ്ഞു. അതായത് ഇവിടത്തെ ആൾക്കാര്, അതായത് ഇവിടുത്തെ പിള്ളേര് കുഴപ്പമില്ല കേട്ടാ. ഇവര് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അവരെ കാര്യം അവരെ PG-ത്തെ പിള്ളേരാണെങ്കിൽ അതും അടിപൊളിയാണ്. അവര് അവള് പോയി എടുക്കട്ടെടാ, അവളെടുക്കട്ടെ, കഴിക്കട്ടെ. PG-ക്കാരെ കൊണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ അങ്ങനെയാണ്. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാത്തിനും. ഇനി ബാക്കിയിൽ എനിക്ക് കൊടുക്കാം, എന്നെ പറയും. കയ്യിൽ പിടിക്കാൻ പറ്റാത്തോണ്ട് കുറച്ച് പറയാം. നീ അവിടെ വെച്ച് പറഞ്ഞാൽ എന്താ സംഭവം വെച്ചാല്, എന്റെ ഒരു അഭിപ്രായത്തില്, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ UG-യിൽ വരുന്ന കുട്ടികള് പക്ക, ഐ മീൻ നോർത്ത് ഇന്ത്യൻസിന്റെ കാര്യം പറയുന്നത്, കോച്ചിങ്ങിന് ഇറങ്ങി ജസ്റ്റ് ഫ്രഷ് ഔട്ട് ഓഫ് കോച്ചിങ് ആണ്. അപ്പൊ അവർക്ക് ഒരു രീതിയിലും സോഷ്യൽ സ്കിൽസും ഇല്ല, ജീവിതവും അനുഭവിച്ചിട്ടില്ല ടൈപ്പ് ഷിറ്റാ. അപ്പം അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് സ്വഭാവത്തിന് നല്ലോണം. അതായത് അവര് തീരെ മെച്യൂർ ആയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തില് വളരെയധികം ഡിഫറൻസസ് ഉണ്ട്. വന്ന ഉടനെ എനിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് അവർ മാറിയെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. അവര് മാറില്ല. അവരുടെ ചുറ്റുവട്ടം ആൻഡ് അവരുടെ ശരികളൊക്കെ നമ്മളെ ശരികളല്ല. അതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ, ദാസക്കാർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ ദാസയാണ്, എനിക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇവിടെ ഇല്ല. ലൈക്ക് ഒട്ടും ഇല്ലെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ദാസ സീനിയേഴ്സ് നല്ല ആൾക്കാർ, വെരി ഗുഡ് പീപ്പിൾ. ലൈക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ വന്ന ഫസ്റ്റ് ഡേ തൊട്ട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, ഫുൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എക്സാമിനൊക്കെ ആണെങ്കിൽ അവർ ഫുൾ PYQ എല്ലാം അയച്ചാറ്. ദാസ ഗ്രൂപ്പ് ഒരു നല്ല അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ്. അവര് ലൈക്ക്
റാഗിങ് ആയിട്ട് ഇങ്ങനെ അത് പോയി ചെയ്ത് പോയി ചെയ്യും അങ്ങനെയൊക്കെ പറയും, പക്ഷെ അതെല്ലാരും പറയണ തന്നെ. അല്ലാതെ നല്ലയാ, ദാസായിട്ട് വരാൻ പറ്റിയ ഒരു കോളേജാ ഇത്. ഒട്ടും ലൈക്ക് ദാസ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, കാക്ക വീണു, കാക്കന്നെ ഹോസ്റ്റൽ ഒരു മേജർ പാർട്ടാണ് ഇപ്പൊ കോളേജ് വരുമ്പോ. ഇവിടത്തെ ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ ബോയ്സിന് ഏറ്റവും നല്ല ഹോസ്റ്റലാ അല്ലേ? അല്ല അങ്ങനല്ലേ പോണേ, എന്നിട്ട് ഇങ്ങോട്ട് വരാം. ബ്രോ പറ. ഞാൻ പറയാം. വന്നതല്ലേ? എന്താ ഹോസ്റ്റലിനെ കുറിച്ച് ഹോസ്റ്റല്? ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അവിടെ PhD സ്കോളേഴ്സ് ഉണ്ടാവും, PG ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടാവും, പിന്നെ MSc ഫസ്റ്റ് M.Tech ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടാവും, പിന്നെ M.Tech സെക്കൻഡ് ഇയേഴ്സ് ഉണ്ടാവും. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ അടിപൊളി ഹോസ്റ്റൽ. B.Tech ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടാവും. B.Tech ഫസ്റ്റ് ഇയേഴ്സിന് വേറെ ബ്ലോക്കാ, B ബ്ലോക്ക്. നമ്മളെ A ബ്ലോക്കിലാ PG-ക്കാർ, ഇവനൊക്കെ B ബ്ലോക്കാ. അപ്പോൾ ഇവൻ ഫുൾ ടൈം എൻ്റെ റൂമിലാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ അവരെങ്ങനെയാണ്, അത് ഒടുക്കത്തെ പ്രീമിയാ. അതായത് പ്രത്യേകിച്ച് വരുമ്പോൾ PG സ്റ്റുഡൻസിന് അടിപൊളി ഹോസ്റ്റലാണ്. അതായത് സിംഗിൾ റൂമാണ്, അടിപൊളിയാണ്. ഇല്ല നമ്മള് തീർക്കട്ടെ. ബോയ്സിന് ഫസ്റ്റ് ഇയർ ഡബിൾ ഷെയറിംഗ് ആയിരിക്കും. അത് നമ്മൾ B ബ്ലോക്ക് സെയിം ഹോസ്റ്റലാ, ബട്ട് B ബ്ലോക്ക്. ആൻഡ് PG-ക്കാർക്ക് A ബ്ലോക്ക് സിംഗിൾ റൂം ആയിരിക്കും. പിന്നെ എല്ലാം സെപ്പറേറ്റ് ബാത്റൂം ആട്ടോ, കോമൺ ബാത്റൂം ആണ്. പിന്നെ ഹോസ്റ്റലില് കെറ്റിൽ അലൗഡ്, ലൈക്ക് ഒഫീഷ്യലി അലൗഡ് ഒന്നും അല്ല, പക്ഷെ അതൊന്നും വിഷയമൊന്നുമില്ല, ആരും വന്ന് ചെക്ക് ചെയ്യത്തൊന്നുമില്ല. മെയിൻലി അല്ലേ, TV ഉണ്ട്, PS4, AC കൂളറൊക്കെ വെച്ചുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല, ഇഷ്ടമുള്ളതൊക്കെ ഉപയോഗിക്കാം. പൈസക്കാർക്ക് എന്തുവാലോ, നമ്മളൊന്നും അല്ല. ഗേൾസ് ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡ് ഇയർ ആണ്, 2 ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞു. ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാല് നമ്മൾ വരുന്ന ടൈമിൽ 3 ഷെയറിംഗ് ആണ്. പിന്നെ സെക്കൻഡ് ഇയറും നമുക്ക് 3 ഷെയറിംഗ് ആണ്. പക്ഷെ നെക്സ്റ്റ് ഇയർ വ്യത്യാസം വരാൻ കാരണം പുതിയൊരു ഹോസ്റ്റൽ തുറന്ന സ്ഥിതിക്ക് കുറച്ച് പേര് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡബിൾ ഷെയറിംഗ് ആയിരിക്കും, 3 ഷെയറിംഗ് ആയിരിക്കില്ല. പിന്നെ പറയുകയാണെങ്കിൽ റൂമൊക്കെ സ്പേഷ്യസ് ആണ്, വലിയ സീനൊന്നുമില്ല. പക്ഷെ ആക്ച്വലി ഹോസ്റ്റൽ വൈസ് കുഴപ്പമില്ല, അങ്ങനത്തെ സംഭവങ്ങൾ കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ടോയ്ലറ്റ്സ് ഒക്കെ ആണ്, അത് കുറച്ച് സീനാണ്. സിൻസ് നോർമൽ പ്രശ്നങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായിരുന്നു മെയിൻ പ്രശ്നം. ഹോസ്റ്റലിലുള്ള പ്രശ്നം വേറെ അങ്ങനെ റൂമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സിംഗിൾ റൂം കിട്ടും 3rd ഇയർ മുതൽ. 3rd ഇയറും 4th ഇയറും സിംഗിൾ റൂമാണ്. അപ്പം സെറ്റാണ്, വേറെ ഒരു കോളേജിലും ഇല്ലാത്ത ഒരു സാധനമാണിത്. സത്യം. ബോയ്സിന് ഫസ്റ്റ് ഇയർ 2 ഷെയറിംഗ് ആയിരിക്കും. സെക്കൻഡ് ഇയർ തൊട്ട് സെക്കൻഡ് ഇയർ 3rd ഇയർ 4th ഇയർ സിംഗിൾ റൂമാ ബോയ്സിന്. അടുത്ത ക്വസ്റ്റ്യൻ, മെസ് ഫുഡ് എങ്ങനെയുള്ളതെന്ന്. മെസ് ഫുഡ് ലൈക്ക് ദ ഫസ്റ്റ് 2 മാസം ഓക്കെ, 1 മാസം നല്ല ഫുഡല്ല, പുതിയ ഫുഡായിരിക്കും, നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത അങ്ങനത്തെ ഫുഡായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഗുഡ്. പക്ഷേ ഒരു 1-2 മാസം ആകുമ്പോൾ മടുത്തു തുടങ്ങും. അതെല്ലാ ഹോസ്റ്റൽ ഫുഡ് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. വേറെ പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ കുറച്ച് സ്റ്റോൾസ് ലൈക്ക് കോളേജിന്റെ അകത്ത് തന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ദോശയൊക്കെ കിട്ടും. പിന്നെന്താ ഉള്ള മെസ്സില്? മെസ് ഫുഡിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. മെസ് ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇഡ്ഡലിയും വടയുള്ളൂ. സൗത്ത് ഇന്ത്യൻസിന് ആണെങ്കിൽ ബാക്കിയുള്ള ഒക്കെ ദിവസം നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അതിൽ ആ കൂടി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് ഒരു പോഹ മാത്രം. അത് ബ്രേക്ക്ഫാസ്റ്റിനല്ല, അത് സ്നാക്സിനല്ലേ. ബാക്കി പോഹയെ രാവിലെ അത് കിട്ടും. അത് ഞാൻ കേട്ടില്ല. അത് ഫസ്റ്റത്തെ മെനുവിലല്ലേ. അപ്പോൾ പോഹ, അപ്പോൾ അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ബാക്കിയൊക്കെ നോർത്ത് ഇന്ത്യ ടിപ്പിക്കൽ. അത് ഉരുളക്കിഴങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിക്കണല്ലോ, കഴിക്കാത്തവര് പറഞ്ഞ ഉരുളക്കിഴങ്ങ് തീരെ ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ ഒരിക്കലും നോക്കണ്ട, നോർത്ത് ഇന്ത്യക്ക് വരിക വേണ്ട, പണി കിട്ടും. മെസ്സിലെ ഫുഡ് എനിക്ക് എൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. പിന്നെ എനിക്ക് ജീരകം തന്നെ എനിക്ക് എല്ലാ ദിവസവും എല്ലാ ഫുഡിലും ജീരകം ഇട്ടുള്ള ഫുഡാണ്, അതെനിക്ക് പറ്റില്ല. പിന്നെ ഡെയിലി നമ്മള് ഈ പറഞ്ഞല്ലോ ഓൾറെഡി. ഇവരുടെ നോർത്ത് ഇന്ത്യൻസിന്റെ മെയിൻ പ്രത്യേകതയാണ് ഉരുളക്കിഴങ്ങും ജീരകവും. ഇതില്ലാണ്ട് ഒരു ഫുഡ് തൊടാൻ പറ്റില്ല. ജീരകവും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഷുവറായിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങോട്ട് വന്നു. ഞാൻ കൂടുതലായിട്ട് സൗത്തിലാണ് നിന്നിട്ടുള്ളത്. അപ്പോ നോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഇങ്ങോട്ട് വന്നു. അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഫുഡൊക്കെ കുഴപ്പമില്ല. ഞങ്ങളുടെ മെസ്സ് മീൻസ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളെ മെസ്സ് ഉള്ളത്. അത് നല്ല മീൻസ് അതൊരു നല്ല കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ ഷെഡ്യൂൾ മാറി എന്നൊക്കെ
എനിക്കിപ്പോ കണ്ട പോലെ തോന്നി. അത് മാറി ഷെഡ്യൂൾ മാറി. അതുപോലെ ഇനി നല്ല നല്ല ഫുഡുകൾ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നു. മെയിൻ ആയിട്ട് ഇവര് ചത്താലും അതൊരു ഫുഡാണ് കിച്ചടി. ശനിയാഴ്ച വൈകുന്നേരം നൈറ്റ് കിച്ചടി ഉണ്ടായിരിക്കും. അതായത് പനിയൊക്കെ ഉണ്ടെങ്കിൽ വയ്യാണ്ടിരിക്കുമ്പോ കഴിക്കാം. ആ ഒരു ചൂട് കഞ്ഞി പോലെ കുടിച്ചു പോവാം. പക്ഷെ പറ്റില്ല, കിച്ചടി പറ്റില്ല. കിച്ചടി ഭയങ്കര സീനാണ്. കിച്ചടി അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ. മീൻസ് നമ്മളെ നീ എത്ര വട്ടം കിച്ചടി കഴിച്ചു? നീ ഇവിടെ വന്ന് എത്ര വട്ടം കിച്ചടി കഴിച്ചു? ഞാൻ ഒരു വട്ടം കഴിച്ചു. ഞാൻ കിച്ചടി 5-6 വട്ടം കഴിച്ചു. ആ എക്സ്പീരിയൻസിലാണ് 5-6 വട്ടം. ശരി, സമ്മതിച്ചു ഞാൻ. പക്ഷെ എന്തോ ഒരു ടൈമിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കിച്ചടി. അത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഗേൾസ് ഹോസ്റ്റലിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ വളരെയധികം കുറവാണ്. ഇവർക്ക് 3 ദിവസം ചിക്കൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് 1 ദിവസം ചിക്കൻ കറി ഒറ്റ ദിവസം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഡിപ്പെൻഡിങ് അപ്പോൺ എന്റെ എല്ലാ ഫ്രണ്ട്സും ബാക്കി മീൻസ് NITs പഠിക്കുന്ന ടോപ്പ് ടയർ കൂട്ടാണ്ട് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഫുഡ് എത്ര ഭേദമാണ്. അവരിവിടെ വന്ന ടൈമിൽ പറഞ്ഞത് ഇവിടുത്തെ ഫുഡ് ഭേദമാണെന്നാണ്. കാരണം നമുക്കിവിടെ വെറൈറ്റീസും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ ഇൻ കേസ് നിനക്ക് രാവിലെ ഇവിടെ തന്ന ഫുഡ് കഴിക്കണമെങ്കിൽ നിനക്ക് എപ്പോഴും ബ്രെഡ് ഉണ്ടാവും, ഓംലെറ്റ് ഉണ്ടാവും, ബ്രെഡ് ജാമും ബട്ടറും എല്ലാം ഉണ്ടാവും, പാലും ചായയും ഒക്കെ ഉണ്ടാവും. സോ വെറൈറ്റീസ് ഉണ്ട് കൂടുതലായതുകൊണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അത്രേ പറയുള്ളൂ. എല്ലാം മാറ്റി മാറ്റി കഴിക്കാം കുറച്ചു കാലത്തേക്ക്. പിന്നെ ഉള്ള ബാക്കി സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കോളേജിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഹോസ്റ്റല് അല്ലെ നൈറ്റ് ക്യാൻറ്റീന്, പുറത്തുള്ള കടകൾ എല്ലാം നല്ലോണം യൂട്ടിലൈസ് ചെയ്തത്. ഞാൻ പറയാം ലൈക്ക് നമ്മളെ ഹോസ്റ്റൽ വെച്ചേക്കണ ആ ബിൽഡിങ്ങിന് തൊട്ടടുത്ത് തന്നെ നൈറ്റ് ക്യാൻറ്റീൻ ഉണ്ട്. നമ്മളെ കോമ്പൗണ്ടില്ല, ഹോസ്റ്റൽ കോമ്പൗണ്ടില്ല. അപ്പൊ അവിടെ പോയി എപ്പോ വേണമെങ്കിലും ഫുഡ് നമുക്ക് വാങ്ങി കഴിക്കാം. എപ്പോന്ന് വെച്ചാൽ നൈറ്റ് ക്യാൻറ്റീൻ. സോ ലൈക്ക് 6:30 തൊട്ട് രാവിലെ 3 മണി വരെ കാണും. ഇനി ജനറൽ ആയിട്ട് ക്യാമ്പസ് എങ്ങനെയുണ്ട്, ലൈക്ക് ക്യാമ്പസിൽ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്പോർട്സ് അങ്ങനെ ക്യാമ്പസ് എങ്ങനെയുണ്ടെന്നുള്ള സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ പറയാം. ഇവിടെ മെയിൻലി ഇരിക്കാൻ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ ഈ സ്പോർട്സ് ഉണ്ടോ? നെസ്കഫേ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട്. അവിടെ ഇങ്ങനെ നെസ്കഫേ, കോഫി, നൂഡിൽസ്, ഫ്രഞ്ച് ഫ്രൈസ്, ചായ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് കടയുണ്ട്. ഇപ്പൊ അതിൻ്റെ അടുത്തൊരു സൗത്ത് ഇന്ത്യൻ കട തുടങ്ങി. സൗത്ത് ഇന്ത്യൻ കട എന്ന് പറയുമ്പോൾ ദോശയും കിട്ടും, ഇഡ്ഡലിയും കിട്ടും. ദാറ്റ്സ് ഓൾ. അത് ഇത്രയും കിട്ടും. പിന്നെ അവിടെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഒരു സെറ്റപ്പാണ്. പിന്നെ ബോയ്സ് ഹോസ്റ്റലിന്റെ തൊട്ട് മുമ്പിൽ തന്നെ അവിടെ ഒരു ഗ്രോസറി സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് ഈ സ്റ്റോർ എല്ലാം കിട്ടും. ഹോസ്റ്റലിൽ എന്തൊക്കെ ആവശ്യമുള്ള അതെല്ലാം ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടും. എല്ലാം എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം കിട്ടും ഇവിടെ. പിന്നെ ലൈക്ക് ഇപ്പൊ പിന്നെ NIT സ്റ്റോർ ഉണ്ട്. അവിടെ പ്രിന്റ് എടുക്കാൻ പറ്റും. പിന്നെ ലൈക്ക് ബക്കറ്റ്, സോപ്പ്, ബ്രഷ്, അങ്ങനത്തെ എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ തന്നെ കിട്ടും. നമുക്ക് എവിടെയും പുറത്ത് കൊണ്ട് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ പുറത്ത് ലൈക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ വേണമെങ്കിൽ ബ്ലിങ്കിറ്റ് ഉണ്ട്, ഇൻസ്റ്റാമാർട്ട് ഉണ്ട്, ഫ്ലിപ്കാർട്ടിന്റെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. യെല്ലോ കാൻറ്റീനത്തെ ഫുഡ് നല്ല ഫുഡാണ്. അവിടുത്തെ ബിരിയാണി കൊള്ളാം. പിന്നെ നമുക്കൊരു സൂര്യ എന്നൊരു പുതിയ കട സ്പോൺ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോ 1-2 പുതിയ കട തുടങ്ങി. സൂര്യ എന്ന് പറഞ്ഞ ഒരു കടയും തുടങ്ങി. പിന്നെ ഇപ്പൊ നെസ്കഫേയില് ഒരു കട തുടങ്ങി. അങ്ങനെ കടകൾ വരുന്നുണ്ട്. സൂര്യ എന്ന് പറഞ്ഞ കടയില് കിട്ടിക്കച്ചി ദോശ കിട്ടും വിത്ത് അഫോർഡബിൾ പ്രൈസ്. കൈയൊക്കെ നീട്ടിയതല്ലേ? അല്ല ഇപ്പൊ ഇത് ടോക്ക് ക്യാമ്പസിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പോർട്സ് ആയിട്ട് വല്ല നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ നമ്മളിരിക്കുന്നത് ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിലാണ്. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ ഓരോ ഹോസ്റ്റലിൽ 2 വോളിബോൾ കോർട്ട് ഉണ്ട്. ഞങ്ങളുടെ ബോയ്സ് ഹോസ്റ്റലിൽ നോക്കുകയാണെങ്കിൽ 3 ഉണ്ട്. പിന്നെ അപ്പുറത്ത് മീൻസ് പിന്നെ അവിടെ ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്. പിന്നെ ഒരു ജിമ്മും ഉണ്ട്. ആ ജിമ്മെന്ന് പറയുകയാണെങ്കിൽ ജിമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര ഒന്നും പറയാനില്ല. അത്രയും മധുരമുള്ള ഒരു ജിമ്മാണ്. അത് കുറച്ചുകൂടി എല്ലാവർക്കും വിചാരിക്കുന്നു. പിന്നെ പൂളൊക്കെ പ്രതീക്ഷിച്ചില്ലല്ലോ. പിന്നെ അവിടെ നമ്മുടെ ഹോസ്റ്റലിന്റെ അപ്പുറത്തായിട്ട് ഒരു ബസ്തി ഉണ്ട്. അവിടെ നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ ഇവിടെ ഇതൊരു ഓപ്പൺ ക്യാമ്പസ്. അപ്പൊ ഈ ലൈക് കോളേജിന്റെ അകത്ത് തന്നെ റോഡുണ്ട്, മെയിൻ റോഡ്. അത് ഇങ്ങനെ ഹൈവേയിൽ കണക്ട് ചെയ്ത ഉള്ള റോഡ്. അപ്പം അത് ആൾക്കാർ ലോക്കൽ യൂസിന് ഉപയോഗിക്കുന്നു. വെച്ചാൽ ഗേറ്റ് ഇല്ല, ആൾക്കാർ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ ആ വരിയൊക്കെ പോകും. അത് ആ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഗേൾസിന് ഇൻ ടൈം ഉണ്ട്. അവർക്ക് 9 മണിയാകുമ്പോൾ തന്നെ ഹോസ്റ്റലിൽ തിരിച്ചു കയറണം. അതൊരു ഡീമെറിറ്റ് ആണ്. ഫർദർ ഒരു കാര്യം പറയട്ടെ. അതുപോലെ അത്ര കേൾക്കുമ്പോ സേഫ് അല്ലാത്ത പോലെ, പക്ഷെ നല്ല സേഫ് ആണ്. കാരണം എല്ലാവരും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. സേഫ് ആണ് കോളേജ്. അങ്ങനെ ലോക്കൽസ് റോഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറൊന്നും അവർ യൂസ് ചെയ്യില്ല. ചിലപ്പോൾ അവർ നെസ്കഫെ യൂസ് ചെയ്യും.
പിന്നെന്ന് പറയാ നമ്മുടെ കോളേജിന്റെ നല്ലൊരു ഫീച്ചറാണ് കോളേജ് ബസ് ഉണ്ട് ഇവിടെ. കോളേജ് ബസ് ഉച്ചക്ക് 12:30 ടൈമിലുണ്ട്, വൈകുന്നേരം 5:30 ഉണ്ട്, 6:30 ഉണ്ട്. അത് അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം അത് ലൈക്ക് കോളേജ് ബസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് ഓരോരോ പ്രൈം സിറ്റീസ് ഉണ്ടല്ലോ അവിടെ കൊണ്ടാക്കി തരും. അത് നമ്മൾക്ക് ഫ്രീ ആണ്, നമ്മളത് ഫീസിൽ പേ ചെയ്യണുണ്ട്, അതുകൊണ്ട് നമുക്കത് ഫ്രീ ആണ്. അങ്ങനെ അതുണ്ട്. പിന്നെന്ന് വെച്ചാ ബോയ്സിന് ഇൻ ടൈം ഇല്ല. ഇൻ ടൈം അവര് പറയും നമ്മളിഷ്ടമാണ്. നമ്മൾ അത് മെയിൻ ഗേറ്റ് വരെ കയറണ്ട, പുറകില് വേറെ 2 ഗേറ്റ് ഉണ്ട്, ചാടി കയറിയാൽ മതി. പുറത്തൊരു ജിമ്മുണ്ട്. പുറത്ത് ഒരു ജിമ്മ് നമ്മുടെ ബസ്തി പോണ റോട്ടിലുണ്ട്, ഒരു ജിമ്മ് NITKന്റെ പുറത്തുണ്ട്. അത് എത്ര നേരം എടുക്കും എത്താൻ? ബസ്തിക്കുള്ള ജിമ്മിന് എത്താനായിട്ട് ഒരു 20 മിനിറ്റ്സ്, NITKന്റെ പുറത്തുള്ള ജിമ്മിന് എത്താൻ ഒരു 40 മിനിറ്റ്സ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ക്ലൈമറ്റ് എന്ന് വെച്ചാല് തണുപ്പുണ്ട് ചൂടുണ്ട്, രണ്ടും എക്സ്ട്രീം ആണ്. നോർത്തിൽ യൂഷ്വലി തന്നെ ക്ലൈമറ്റ് അങ്ങനെയാണ്. നമ്മളെ നാട്ടിലെ പോലെ എപ്പോഴും മോഡറേറ്റ് അല്ല. രണ്ട് ക്ലൈമറ്റ് ആയിട്ട് തന്നെ അറിയും. മഴയാണെങ്കിൽ മഴയും അറിയും നല്ലോണം. പക്ഷെ ചൂടാവുമ്പം നല്ല ചൂടാവും അത്യാവശ്യം, തണുപ്പാവുമ്പോ നല്ല തണുപ്പാവും. അപ്പം അതിനനുസരിച്ചിട്ടുള്ളത് ചെയ്യേണ്ടി വരും. ക്ലാസ് പക്ഷെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ചൂട് കൂടിയ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് വെക്കൂല ആരും, അപ്പൊ ക്യാൻസൽ ആയിപ്പോവും. രാവിലെ ആവുമ്പം തണുപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ എന്നാലും ക്ലാസ് ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട് റെഗുലർലി തന്നെ. സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഫസ്റ്റ് ഇയറിന്റെ അത്ര ക്ലാസ് ഇല്ല, ബട്ട് സ്റ്റിൽ ലൈക്ക് കുറെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ആവും. അപ്പം അതിനനുസരിച്ചിട്ട് ഷിഫ്റ്റ് ആയിട്ടായിരിക്കും ക്ലാസ്സസും ലാബ്സും എല്ലാം. നമ്മളെ വിട്ടുപോയി ഗൈസ്, ഒരു അപ്ഡേറ്റ് ഉണ്ട്. ലെന പോയെന്ന് വെച്ചാൽ കോളേജ് നിർത്തിപ്പോയെന്നല്ല, ലെന നാട്ടിൽ പോയി. നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തപ്പോ അല്ലാണ്ട് ഇരുട്ടായി, പിന്നെ മഴ പെയ്തു. സോ അതിന്റെ സെക്കൻഡ് പാർട്ട് അല്ല, സെക്കൻഡ് ഡേ അല്ല, തേർഡ് ഡേ അല്ല, 4th ഡേ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പിന്നെ ഭാഗം. തുടങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ കാണാനൊക്കെ സ്ഥലമുണ്ടോ? ഹൗ ഇസ് ജംഷഡ്പൂർ, ജാർഖണ്ഡ് എങ്ങനെയാണ്? മെയിൻ ആയിട്ട് ജംഷഡ്പൂരിലുള്ളത് ഒന്ന് സാക്ഷിയും ഒന്ന് ബിസ്തപൂരാണ്. അവിടെ അടിപൊളിയാണ്. മീൻസ് സാക്ഷിയിൽ പോയി കഴിഞ്ഞാൽ ചീപ്പായിട്ട് ഡ്രസ്സുകൾ മേടിക്കാം. ബിസ്തപൂര് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഫുഡ് സ്പോട്ടിൽ എക്സ്പ്ലോർ ചെയ്യാം. കുറച്ചുകൂടി ഡെവലപ്ഡ് ഏരിയ ആണ്. ഒരു ടാറ്റയുടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത ഏരിയ ആണ് ബിസ്തപൂരൊക്കെ. ഇവിടേക്ക് പോകാനായിട്ട് 10 രൂപ ഓട്ടോ കാശ് മതി. ജസ്റ്റ് ഷെയർ ഓട്ടോ പിടിച്ച് പോയാൽ ചീപ്പായിട്ട് പോയി വരാം. ലൈക്ക് കുറച്ചും കൂടെ നേച്ചർ റിലേറ്റഡ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് പക്ഷെ കുറച്ചും കൂടെ പോണം. അങ്ങനെ നമ്മൾ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇവിടെ. അങ്ങനെ കുറെ സ്പോട്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ അടുത്തൊരു ഹൈക്കിങ്ങിന് സ്പോട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പോണം. പിന്നെ ഇവിടുത്തെ ഒരു മേജർ ഇഷ്യൂ നമ്മൾക്കുള്ളതെന്ന് വെച്ചാൽ ഓട്ടോ കാശ് നല്ല കൂടുതലാണ്. പിന്നെ ബസ് ഒന്നും ഇല്ല ഇവിടെ. ലൈക്ക് NIT ബസ് ഉണ്ട്, അല്ലാതെ പുറത്ത് നോർമൽ ബസ് ഒന്നും ഇല്ല. അപ്പോൾ ട്രാവലിംഗ് കുറച്ച് ഇഷ്യൂ ആണ്. അതും ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ വലുതായിട്ട് കാണാനൊന്നും അത്ര സ്പോട്ട് ഇല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ലൈക്ക് ഈ ജംഷഡ്പൂർ ജാർഖണ്ഡിൽ നിന്ന് വേറെ സ്റ്റേറ്റ്സിലൊക്കെ പോകാൻ കുറച്ച് എളുപ്പമാണ്. അങ്ങനെ കുറെ സ്പോർട്സ് ലൈക്ക് ഇപ്പൊ ലെന ആണെങ്കിൽ, ലെന എവിടെ പോയത്? മേഘാലയ, രാജസ്ഥാന് പോയിട്ടുണ്ട്, മേഘാലയ. അങ്ങനെ കുറെ സ്പോർട്സ് നമുക്ക് ലൈക്ക് വേറെ സ്റ്റേറ്റ്സിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ നോർത്തേക്ക് എളുപ്പമാണ് എല്ലായിടത്തും പോകാൻ, എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ നമ്മളിപ്പോ ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് ഉണ്ട് കൊൽക്കത്തയിലുള്ളത്. അതുപോലെ തന്നെ റാഞ്ചിയിലും ഉണ്ട് ഒരു എയർപോർട്ട് ഉണ്ട്. അതായത് റാഞ്ചിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ്സ് ഉള്ളൂ, ഡയറക്റ്റ് ഇല്ല. വലിയ നല്ല ടൈം എടുക്കും. അത് ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഈ കോളേജ് വരാമെങ്കിൽ ഞാൻ വന്ന എങ്ങനെയാന്ന് വെച്ചാൽ റാഞ്ചി എയർപോർട്ടിൽ കണക്റ്റഡ് ഫ്ലൈറ്റ് പിടിച്ച് വന്നു. എന്നിട്ട് അവിടെ നിന്ന് എയർപോർട്ട് ടാക്സി കിട്ടും. അത് ലൈക്ക് റാഞ്ചിന്ന് ജംഷഡ്പൂർ എത്തണമെങ്കിൽ 3 മണിക്കൂർ ക്യാബ് ട്രാവൽ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യും. ബസ് പിന്നെ ബസ് ഉണ്ട്, അങ്ങനെ പിടിച്ചു വരാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾ ലൈക്ക് 2 വരി എവിടെ നിന്ന് നാട്ടിൽ പോകാൻ പറ്റണം. ഒന്ന് അങ്ങനെ ലൈക്ക് എയർപോർട്ട് വരി പോവാം, അത് റാഞ്ചി എയർപോർട്ട് ഉണ്ട്, കൊൽക്കത്തയിലുള്ള എയർപോർട്ടും ഉണ്ട്. പിന്നെ ഉള്ളത് ട്രെയിൻ വരി പോവാം. ട്രെയിൻ വരി പോവുകയാണെങ്കിൽ 2 ദിവസം എടുക്കും അല്ലേ? 2-2.5. അതായത് അങ്ങോട്ട് പോകുമ്പോ ഈസിയാണ്. 1.25 അല്ല, ഒരു 1.25 ദിവസം മാക്സിമം എടുക്കും. പക്ഷെ തിരിച്ചു വരുമ്പോ 2.5 ദിവസം വരെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങോട്ട് വരുന്ന റെയിൽവേയിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, സി മെയിൻലി ഇവിടെ കോളേജിൽ ഫെസ്റ്റ് നടക്കണമെന്ന് വെച്ചാൽ ബ്രാഞ്ച് വൈസ് ഫെസ്റ്റ് ഉണ്ട്. അപ്പൊ ECക്ക് അവരെ ബ്രാഞ്ച് ഫെസ്റ്റ് നടക്കും, നെക്സസ് എന്നാണ്. അങ്ങനെ പിന്നെ സിവിലിന് വേറെ എന്തോ പേര്, ലൈക്ക് അങ്ങനെ എല്ലാ ബ്രാഞ്ചിനും അവരവരെ ഫെസ്റ്റ് കാണും.
പിന്നെ നടക്കുന്നത് എല്ലാവർക്കും ഒരുമിച്ചുള്ള ഫെസ്റ്റ്, അതാണ് ഓജസ്സും കൽഫെസ്റ്റും. ഇപ്പൊ മെയിൻ ലൈക് സിംഗേഴ്സ് ഒക്കെ വരുന്നത് ഓജസ്സിനാണ്. ഇപ്രാവശ്യം വന്നത് ജാവേദ് അലിയാണ് പറഞ്ഞ പോലെ. അത് എത്ര 4 ഡേ ഉണ്ടായിരുന്നു, 4 ദിവസം പരിപാടി. 4 ദിവസം ഫുള്ള് പരിപാടി ആയിരിക്കും. വേറെ കോമ്പറ്റീഷൻസ് നടക്കും, രാത്രി എന്തെങ്കിലുമൊക്കെ പാട്ടും അങ്ങനെയായിട്ട് ഫുൾ പൊളിയാണത്. പിന്നെ വേറൊരു ഫെസ്റ്റ് എന്ന് വെച്ചാൽ ഉർജയാണ്. അത് സ്പോർട്സ് ഫെസ്റ്റിവലാണ് ഇവിടുത്തെ. അതൊരു വലിയ പരിപാടി, അതും 2-3 ദിവസം അങ്ങനെ നടക്കും. ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ക്ലാസ് ഒന്നും കാണൂല, ഫുൾ പരിപാടി മാത്രമായിരിക്കും. അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ കോളേജിലെ ക്ലബ്സ് കുറിച്ചാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ള ക്ലബ്സ്, കൾച്ചറൽ ക്ലബ്സ് എന്ന് വെച്ചാൽ ഫോക്കസ് ഉണ്ട്. ഫോക്കസ് ഫോട്ടോഗ്രാഫി ക്ലബ്ബാണ്. പിന്നെ ഡാൻസിന്റെ ക്ലബ്ബ് റിത്തമിക്സ് ആണ്. ഫേസസിന്റെ ക്ലബ്ബ് ലൈക്ക് ഫേസസ് എന്ന് വെച്ചാൽ ആർട്സ് ഡ്രോയിങ് അതിന്റെ ക്ലബ്ബ്, അതാ ഫേസസ്. പിന്നെ ലൈക്ക് കോഡ് ഇൻവെക്റ്റ് ഉണ്ട്, അത് ലൈക്ക് ഫാഷൻ ഷോ അങ്ങനത്തെ ഫാഷൻ റിലേറ്റഡ് ആ ഒരു ക്ലബ്ബാണ്. ദെൻ എനി അതർ ക്ലബ്സ്? There are rhythmics for dance and Roof roof for singing. Drama club. And drama club is called Ahaban. I forgot the exact name. Ahaban. സിംഗിങ് ക്ലബ്ബ് ഉണ്ട്, അതാണ് റൂ. ലൈക്ക് എല്ലാത്തിനും ക്ലബ്ബ് ഉണ്ട് ഇവിടെ, അതെല്ലാം എല്ലാവർക്കും ജോയിൻ ചെയ്യാനും പറ്റും. And every department has different clubs. ഒരു ക്ലബ്ബും ഉണ്ട്, ഒരു സൊസൈറ്റി ഉണ്ട്. Societies and clubs. And even we don't know all names. ഇനി കോളേജില് അക്കാഡമിക്സ് എങ്ങനെയാണ്, പ്രൊഫസേഴ്സ്, അറ്റൻഡൻസ്, അതിനെ കുറിച്ച്. ഞാൻ ബിടെക് ആണ്, ഇവര് PG-ക്കാരാ. സോ ആദ്യം PG പറയാം. ഹലോ. ഞാനിപ്പോ ഫിസിക്സ് ആണ് എടുത്തോണ PG. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ സീനിയേഴ്സിനൊക്കെ നമുക്കിപ്പോൾ നല്ല പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ ക്ലാസ്സസ് ഒക്കെ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റും കൊള്ളാം, മാത്സ് ഡിപ്പാർട്ട്മെന്റും കൊള്ളാം. പിന്നെ MTechനൊക്കെ നല്ല പ്ലേസ്മെന്റും ഉണ്ട്. ഞാൻ ഫിസിക്സ് ആണ്, ഇവർ രണ്ടുപേരും ഫിസിക്സ് ആണ്. പിന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചിങ് ഉള്ള മേഖലയിലാണ് കൂടുതൽ പ്ലേസ്മെന്റ് കൂടുതലുള്ളത്. പിന്നെ പിന്നെ പ്രൊഫസേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ് അല്ലേ? ഫ്രണ്ട്ലി അല്ലേ? യെസ്, ദേ ആർ ഫ്രണ്ട്ലി. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ഈഗോ ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ കുഴപ്പമില്ലാത്ത ബെനിഫിറ്റ് നമ്മളറിയാം, ടീച്ചർമാർ നമ്മളെ സൗത്ത് ഇന്ത്യൻസ് ആണ്, കേരളക്കാരാണ്. സോ അവര് മാക്സിമം നമ്മളോട് സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ്, അല്ലാണ്ട് നമ്മൾ ഹിന്ദി ഒന്നും സംസാരിക്കില്ല, ഇംഗ്ലീഷിലേ സംസാരിക്കുള്ളൂ. അത് നല്ലൊരു ബെനിഫിറ്റാണ്. പക്ഷേ ക്ലാസ് മിക്കവാറും മെജോറിറ്റി ഹിന്ദി ആയിരിക്കും. സോ ഹിന്ദി ഒന്നും അറിയില്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. ബട്ട് ഹിന്ദി എന്തെങ്കിലുമൊക്കെ അറിയുന്നെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമുക്ക് വേണ്ടി അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു തരും. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം, അവർ പറഞ്ഞു തരും. ടീച്ചർമാരനുസരിച്ച് ചോദിക്കുക, എല്ലാവരോടും ചോദിക്കാൻ അത്ര നല്ല പരിപാടി അല്ല. ഏറ്റവും കൂടുതൽ മലയാളീസ് വരുന്നത് MSc ഫിസിക്സിലും പിന്നെ MTechലായിരിക്കും. MTechല് കമ്പ്യൂട്ടർ സയൻസിലും പിന്നെ സ്ട്രക്ചറൽ. പിന്നെ MTech ഇവിടെ വരികയാണെങ്കിൽ നല്ല സുഖം മീൻസ് അടിപൊളിയാ. ഫുഡ് മാത്രമേ പ്രശ്നമുള്ളൂ, ബിക്കോസ് സ്റ്റൈഫൻ ഉണ്ട്, അത്യാവശ്യം വലിയ വർക്ക് ലോഡൊന്നും ഇല്ല, അടിപൊളിയാണ് ഇവിടെ. ഇനി ബിടെക്കിലെ അക്കാഡമിക്സ് ഒക്കെയാന്ന് വെച്ചാൽ ഞാൻ ദാസായതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്ക് ഇത്തിരി സ്ട്രഗിൾ ആണ് ഇവിടുത്തെ അക്കാഡമിക്സ് ഒക്കെ. അതങ്ങനെയാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ. പക്ഷേ നിങ്ങൾക്ക് ദാസയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു കോളേജായിട്ട് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സീനിയേഴ്സ് ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവരത് ലൈക്ക് പഠിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അത്രയ്ക്ക് നല്ല സപ്പോർട്ടൊക്കെ. അറ്റൻഡൻസ് ഫസ്റ്റ് ഇയർ അറ്റൻഡൻസ് കുറച്ച് വിഷയമാണ്. നല്ല അറ്റൻഡൻസ് വേണം, ലൈക്ക് 75% അബവ് വേണം. പിന്നെ ലൈക്ക് CE മാർക്സിന് വേണ്ടി ഫുൾ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അവർ ഫുൾ ഇട്ട് തരും. പിന്നെ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആവുമ്പോൾ വലിയ മാറ്റർ ഇല്ല, അറ്റൻഡൻസ് അവർ ഫുൾ ഇട്ട് തരും എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അക്കാഡമിക്സ് ഒക്കെ. പിന്നെ അവർ അപ്ഡേറ്റഡ് സിസ്റ്റം ആണ്. ഇപ്പം ലൈക്ക് എനിക്ക് AI/ML അങ്ങനെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സർക്യൂട്ട് തിയറി ഞാൻ ഈസിയാണ്. അപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യണുണ്ട് സിലബസ്. ലൈക്ക് പുറത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ അത് മാറ്റണുണ്ട്, എല്ലാം അപ്ഡേറ്റ് ചെയ്യണുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കോളേജിൽ എന്ന് വെച്ചാൽ ഈസിയാണ് ഇവിടുത്തെ ഒരു മെയിൻ ബ്രാഞ്ച് എന്ന് പറയാം. എല്ലാത്തിലും മെയിനായിട്ട് നിൽക്കുന്നത് ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റാഗിങ് എങ്ങനെയാണെന്ന്, ഇവിടുത്തെ റാഗിങ് കൾച്ചർ എങ്ങനെയാണെന്ന്. സോ
ഇവിടെ നല്ല ലൈക്ക് അത്ര റാഗിങ് ഒന്നും ഇല്ല. ബാക്കി കോളേജൊക്കെ വെച്ച് നോക്കുമ്പോൾ റാഗിങ് കുറവാണ്. ലൈക്ക് NIT ഭോപ്പാലും ദുർഗാപൂറും വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ഞാൻ ദാസയാണ്. ലൈക്ക് ഇവിടുത്തെ റാഗിങ് കൾച്ചർ എങ്ങനെയാന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻസിനെ റാഗ് ചെയ്യും, പിന്നെ സൗത്ത് ഇന്ത്യൻസിനെ റാഗ് ചെയ്യും, ലൈക്ക് സീനിയേഴ്സ്. അപ്പൊ സൗത്ത് ഇന്ത്യൻസ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് തെലങ്കാന ആന്ധ്ര ആൾക്കാരാണ്. അപ്പൊ അവരെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാം. സോ ലൈക്ക് എന്നെ റാഗ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേരള സീനിയേഴ്സാ. പക്ഷെ നമ്മൾക്ക് അങ്ങനെ റാഗിങ് കൾച്ചർ ഒന്നും ഇല്ല നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അങ്ങനെ റാഗിങ് ഇല്ല. പിന്നെ ഞാൻ ദാസ ആയതുകൊണ്ട് എന്നെ റാഗ് ചെയ്യാൻ ദാസ സീനിയേഴ്സ് ആണ് ദാസ പിള്ളേരെ റാഗ് ചെയ്യുക. പക്ഷെ അവിടെ നമ്മൾക്കും വലിയ അങ്ങനെ റാഗിങ് കൾച്ചർ ഒന്നും ഇല്ല. ചുമ്മാ ഇത് ചെയ്യുന്ന വല്ല അവർ പറയും. പിന്നെ അങ്ങനൊന്നും ഇല്ല. അവര് നല്ല ആൾക്കാരാണ്. അത്ര വലിയ റാഗിങ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ല. പറഞ്ഞു MSc-കാർക്ക് നമ്മുടെ സീനിയേഴ്സ് ഭയങ്കര ശരിയില്ല. നമുക്ക് റാഗിങ്ങിന് നമുക്ക് മീൻസ് നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലാണ്ട് നമ്മുടെ സീനിയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൻ പറഞ്ഞ പോലെ ഇവിടുത്തെ കസ്റ്റം എന്ന് പറഞ്ഞാൽ കേരളക്കാരാണ്. കേരള ജൂനിയേഴ്സ് ആണ് കേരള സീനിയേഴ്സ് റാഗിയ PG കാര്യമാണ്. പക്ഷെ നമ്മുടെ സീനിയേഴ്സ് അങ്ങനത്തെ മൈൻഡൊന്നും. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, തോളി കൈയിട്ടൊക്കെ സംസാരിച്ച്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ ഒരു ഫൗണ്ടറാണ് നമ്മുടെ സീനിയർ ചേട്ടൻ, ഫിസിക്സിലെ ഫൗണ്ടിങ് ഫാദർ. അപ്പോ സാഗർ. അപ്പോ അത്രയും കൂളായ മനുഷ്യനാണ്. മീൻസ് നമ്മളെ റാഗിങ് ഒന്നുമില്ല. അപ്പൊ നമുക്കിപ്പോ PGക്ക് ജൂനിയേഴ്സ് വന്നാലും നമ്മൾ റാഗ് ചെയ്യാനൊന്നും പോണില്ല. കാരണം നമ്മുടെ റാഗ് ചെയ്യണമെങ്കിൽ ഇവനെ റാഗ് ചെയ്യണ്ടായിരുന്നു, നമ്മൾ റാഗ് ചെയ്തില്ല. മീൻസ് സൗത്ത് ഇന്ത്യൻസിന് പിന്നെ ഇവർക്ക് നല്ല റെസ്പെക്ട് വേണം. സൗത്ത് ഇന്ത്യൻസിന് അങ്ങനെ പുച്ഛമൊന്നല്ല, ഇവർക്ക് നമ്മളെ ഭയങ്കര താല്പര്യമൊക്കെയാണ്. മീൻസ് അവർക്ക് നമ്മളങ്ങനെ വെറുപ്പിച്ചിട്ടൊന്നുമില്ല ആരെയും. സോ അവർക്ക് നമ്മളെ വലിയ കുഴപ്പമൊന്നുമില്ല. പൊതുവെ അവർക്ക് വലിയ പ്രശ്നം. നമ്മളെ PGയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പരിപാടിക്കും വിളിക്കും, എല്ലാ പരിപാടിക്കും കൂടെ നിൽക്കും. മീൻസ് ബോയ്സിൻ്റെ കാര്യമാണ് പറയണത്, ഗേൾസിൻ്റെ കാര്യം എനിക്കറിയില്ല. അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. മീൻസ് അവർ നല്ല വൈബുമാണ്. കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ആവേശം കണ്ടിട്ടൊരു ക്യൂരിയോസിറ്റിയാണ്. സോ അവിടുത്തെ പിള്ളേരെ കാണുമ്പോൾ നല്ല താല്പര്യം, നല്ല കമ്പനി വന്ന് നോക്കും. ഇവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളിച്ചില്ലാണ്, പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. മീൻസ് ഇവിടെ വന്നോണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം, ഞങ്ങളെപ്പോലെ ഒരു വൈബ് കിട്ടണം. അപ്പം അങ്ങനെ ഇങ്ങോട്ട് പോര്. മീൻസ് നമ്മളിവിടെ ഒരു അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങളൊക്കെ കുറെ പേരായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടിയും എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഓണപ്പരിപാടിയൊക്കെ നമ്മളാണ് ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം, അതായത് 2025 ഇവിടുത്തെ ഫസ്റ്റ് ഓണപരിപാടി നടന്നത്. അത് അത്യാവശ്യം നല്ല വിജയമായിരുന്നു. അതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ഓണം ലീവ് ഉണ്ട് ഇവിടെ. ലീവ് ഉണ്ട്. അതെനിക്കറിയില്ല നമ്മൾ ഇൻഫ്ലുവൻസ് ആണോ അതോ ഉണ്ടായതുകൊണ്ടാണോ അറിയില്ല. ഓണത്തിന് ഒഫീഷ്യലായിട്ട് ലീവ് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഓണപ്പരിപാടി നടത്തും. നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് നടത്താം. പിന്നെ ഇവിടെ കേരള സമാജം ഉണ്ട്. ഇവിടെ ജംഷഡ്പൂർ താമസിക്കുന്നവർക്ക് കേരള സമാജം എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഓണപരിപാടിനൊക്കെ പോയിട്ടുണ്ടല്ലേ. ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോ മീൻസ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. മീൻസ് ഇവിടെ ആരും ഉണ്ടാവില്ല, ഒരു പേടി. മീൻസ് ഇവര് മിണ്ടാണ്ടിരിക്കോ, അതൊരു പേടി ഉണ്ടായിരുന്നു. ഹിന്ദിയിൽ ഇവര് ഇനിയിപ്പോ മലയാളീസ് സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് വെച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മീൻസ് ഇവിടെ വന്നപ്പോ എനിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പോ നല്ല വൈബാണ്, അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ അവിടെ സെറ്റിലാണ്, അടിപൊളിയായി സെറ്റിലാണ് ഇവിടെ. അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. എല്ലാവരും വരണേ. പിന്നെ മലയാളീസ് നേരത്തെ പറഞ്ഞ പോലെ മലയാളീസ് ഇല്ലാത്തോണ്ട് ഇവിടെ വരണ്ട അങ്ങനൊന്നുമില്ല. ഇവിടെ മലയാളീസ് കുറെ ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, NIT JSR കേരളൈറ്റ്സ്. അതിൽ മെസ്സേജ് അയച്ചാൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ റിപ്ലൈ തരും. പിന്നെ കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ലൈക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എപ്പോൾ റിപ്പോർട്ട് ചെയ്യണം, പിന്നെ ട്രാവൽ ഡീറ്റെയിൽസ് എല്ലാത്തിനും നമ്മൾ കാണും ഇവിടെ. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. And all the best for counseling also everyone. Okay, that's all. Okay guys, അപ്പോ അത്രേ ഉള്ളൂ. ശരി, നമുക്ക് ഫുഡ് കഴിക്കണം. Good night. Bye bye. Everything good night. ഫുഡ്